നമസ്കാരം. PSC ബുള്ളറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 ഏറ്റവും ലേറ്റസ്റ്റ് PSC ബുള്ളറ്റിനിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുടെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഫസ്റ്റ് വൺ, ഇന്ത്യയുടെ രത്നം ഇന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം മണിപ്പൂർ. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ കുടുംബാസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? RD കാർവെ. ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി? C. സുബ്രഹ്മണ്യം. ഇന്ത്യൻ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സൂറത്ത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക പാർട്ടി? DMK. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി? സർദാർ പട്ടേൽ. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ തീരുമാനിച്ച വർഷം? 1963. APJ അബ്ദുൽ കലാമിൻ്റെ പൂർണ്ണനാമം? അവുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. സിംല കരാറിൽ ഒപ്പുവെച്ചത്? ഇന്ദിരാഗാന്ധി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിൽ ചുമതല നിർവഹിച്ച ഏക വ്യക്തി? M. ഹിദായത്തുള്ള. ഗുരു ഗോബിന്ദ് സിംഗ് തെർമൽ പ്ലാന്റ് എവിടെയാണ്? റോപ്പർ. സ്വീഡിഷ് സർക്കാരിൻ്റെ സഹായത്തോടെ ലോക് ജംബിഷ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? രാജസ്ഥാൻ. സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത്? C. രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടനിലേക്കുള്ള ഹൈക്കമ്മീഷണർ? VK കൃഷ്ണമേനോൻ. ഗോവയെ മോചിപ്പിച്ച സൈനിക നീക്കം? ഓപ്പറേഷൻ വിജയ് 1961 ജോബ് ഫോർ മില്യൺസ്, വോയിസ് ഓഫ് കോൺഷ്യൻസ് എന്നീ കൃതികൾ രചിച്ചത്? VV ഗിരി. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ? ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും. തിരുവള്ളൂർ പ്രതിമയുടെ ഉയരം? 133 അടി. APJ അബ്ദുൽ കലാമിൻ്റെ ജന്മ? രാമേശ്വരം. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി? ഗുൽസരിലാൽ നന്ദ. ഇന്ത്യയിൽ പ്രൊജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം? 1991 മുതൽ 1992. ഇന്ത്യയിൽ കോളനി ഭരണം പരിപൂർണമായി അവസാനിപ്പിച്ച വർഷം? 1961. ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ഒരു ഭാരതരത്നം ജേതാവിൻ്റെ ജന്മദിനമാണ്. ആരുടെ? ഡോക്ടർ BC റോയ്. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് പട്ടങ്ങൾ ഒരുമിച്ച് ലഭിച്ച വർഷം? 1994. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്? VV ഗിരി. ഇന്ത്യയുടെ ഉരുക്കുവനിത എന്നറിയപ്പെട്ടത്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വം? ചേരിചേരാ നയം. ഏറ്റവും കുറച്ചുകാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചത്? VV ഗിരി. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി? അടൽ ബിഹാരി വാജ്പേയി. സ്വന്തം അംഗരക്ഷകരായ 2 സിഖുകാരാൽ വധിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ? C. രാജഗോപാലാചാരി.
ചരൺ സിംഗിൻ്റെ സമാധി കിസാൻഗഡ്. സോണിയാഗാന്ധിയുടെ യഥാർത്ഥ പേര് ആന്റോണിയോ മയനോ. ദ ഇൻസൈഡർ എന്ന നോവൽ രചിച്ചത് PV നരസിംഹറാവു. ദ ലൂമിനസ് സ്പാർക്സ് എന്ന പുസ്തകം രചിച്ചത് APJ അബ്ദുൽ കലാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ SHFJ മനോജ് ഷാ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിത ആനി ബസന്റ്. ഇന്ത്യയിൽ ആദ്യമായി അന്ധവിദ്യാലയം സ്ഥാപിക്കപ്പെട്ട സ്ഥലം അമർത്യാസർ. ഇന്ത്യയിൽ ആദ്യമായി വൃക്കമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഹോസ്പിറ്റൽ CMC വെല്ലൂർ. ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഡൽഹി സർവകലാശാല. ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. എനർജി ആക്ടിവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് 2002 മാർച്ച്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ഫസൽ അലി. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക വ്യക്തി സോണിയാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി RK ഷൺമുഖം ചെട്ടി. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നീ കൃതികൾ രചിച്ചത് ഡോക്ടർ രാധാകൃഷ്ണൻ. ഹിന്ദുമതക്കാരനല്ലാത്ത ആദ്യത്തെ പ്രധാനമന്ത്രി. ചാമ്പനീർ പാവഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ചണ്ഡീഗഡ് നഗരം ആസൂത്രണം ചെയ്തത് ലെ കൊർബൂസിയെ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം. എത്ര വർഷത്തെ ഇടവേളയിലാണ് ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത്? 10 വർഷം. ഇന്ത്യയിൽ ആദ്യമായി വനിതാ മേയർ അധികാരത്തിൽ വന്ന നഗരം മുംബൈ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ആൽ. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ സ്പീക്കർ GMC ബാലയോഗി. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് VV ഗിരി. ഏറ്റവും കൂടുതൽ വോട്ടുകളോടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായൺ. കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999. സ്വാതന്ത്ര്യദിനത്തിൽ എവിടെ നിന്നുമാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്? ചെങ്കോട്ട. സ്വതന്ത്ര ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്? 364. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ